എന്റെ ദൈവമേ, എന്തൊരടിയത്! എവിടെ പോവാ? ആരെങ്കിലും ഒരാൾ വീഴും, അപ്പൊ നമുക്ക് എടുത്തിട്ട് പോവാം. രണ്ടാളും കൊണ്ടുപോകാൻ വല്ല വഴിപാട് വല്ലതും ഉണ്ടോ? വാസു, പുളിന്റെ വരക്കുന്നത് വന്നേ. ശിവനെ പോലീസ് കൊണ്ടുപോയി. നീ പെട്ടെന്ന് സ്റ്റേഷനിൽ പോകണം. വക്കീലുണ്ടാവൂടെ? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പേടിക്കണ്ടോ, നീ വെറുതെ ജാമ്യക്കടലാസിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. ഞാൻ പോയാൽ അവർ എന്നെയും പിടിച്ചകത്താക്കും. ഞാനിപ്പോ ഇത് 3ാമത്തെ പ്രാവശ്യം അവരോട് ജാമ്യം നിൽക്കുന്നത്. അവന്റെ സ്ഥിരം പരിപാടി ഇത് തന്നെ. നീ അല്ലാതെ അവൻ ആരാ ഉള്ളത്? നമ്മുടെ ശിവനല്ലയോ? വേഗം ചെല്ല്. സമയം കൂടുന്തോറും അവന്മാരുടെ ഇടിയുടെ എണ്ണവും കൂടും. വെറുതെ എന്തിനാ അവനെ ഇടി കൊള്ളിക്കുന്നത്? ചെല്ല്, വാ. ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? ചെറുപ്പത്തിലെ മോനെ തലയിലേറ്റ് വളർത്തിയതിന്റെ കേടാ അവനീ കാണിക്കുന്നത്. എന്താ ചെറിയമ്മേ, ലക്ഷ്മി അറിഞ്ഞില്ലേ കാര്യം? ഓ, രാഷ്ട്രീയം. അവന് രാഷ്ട്രീയോ യൂണിയൻ പ്രവർത്തനമൊന്നുമില്ല. വെറും തെണ്ടിത്തരം മാത്രമേ ഉള്ളൂ. ഒരു തെണ്ടി പെണ്ണിനെ പിടിച്ചു മാറ്റിയതാ കാര്യം. അവൻ എന്നെക്കാൾ വലുത് എങ്ങോ കിടക്കുന്ന ആ പെണ്ണാണെങ്കിൽ എനിക്ക് ചിലർക്ക് ആലോചിക്കാറുണ്ട്. അത് പറയാനാ നിങ്ങളെ വിളിപ്പിച്ചത്. നാളെ അനന്തരന് വേണ്ടി വാദിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നേക്കരുത്. ഇല്ല, കള്ളു കുടിച്ച് കൂത്താട് കിടക്കുന്ന അവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. നീ വയ്ക്കോ, നാളെ കാണാം. ഓ, നീ പഴിച്ചു വിടരുത്. എന്താ കാര്യം? കണ്ടവന്മാർക്ക് വേണ്ടി കൂലിത്തിൽ നടക്കുന്ന റൗഡിയെ ഈ വീട്ടിൽ കയറ്റാൻ ഒക്കില്ല. ഇറങ്ങിപ്പോ. ഞാൻ റൗഡിയാണെന്ന് അറിയാമല്ലോ. കൂലി വാങ്ങിക്കാതെ ഞാൻ ആളുകളെ തല്ലാറുണ്ട്. സൂക്ഷിച്ച് സംസാരിക്കണം. എന്ത് പറഞ്ഞാ നീ? അമ്മാവന് ഇതിൽ ഇടപെടണ്ട. ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം. എന്തോന്ന് തീർക്കാൻ? ഇത്രയും നാൾ ഇവിടെ കിടന്ന് തിന്നുകൊടുത്തതിന് ആ സൗകര്യം ഒന്നും പറയണ്ട. അങ്ങനെ ചെയ്തെങ്കിൽ എന്റെ അമ്മ രാവും പകലും കഷ്ടപ്പെട്ടിട്ടാ തീയിലും പകലും ദേഹണിച്ചിട്ട്. അല്ല, നിന്റെ അമ്മയുടെ കെട്ടിലമ്മയായിട്ട് വാഴിക്കാടാ. വിളിച്ചോണ്ട് പോടാ. അങ്ങനെ പോവാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് തോന്നുമ്പോ വരാനും പോവാനും നിന്റെ തന്തയുടെ വീടാണോ? ചെറിയച്ചാ, ഇറങ്ങി പോടാ മണ്ടി. എന്താ ഇവര് പറഞ്ഞത് തെറ്റ്? ഇവിടുത്തെ ഔദാര്യം കൊണ്ട് ഉണ്ടു കൊടുത്ത് വളർന്നിട്ട് ഇവരുടെ നേരെ കൈവയ്ക്കാൻ നിനക്ക് എന്താ അധികാരം ഉള്ളത്? അമ്മയ്ക്ക് കൂടെ അവകാശപ്പെട്ടതെല്ലാം തട്ടിയെടുത്തിട്ട് ഒരു ബാല്യക്കാരെ പോലെ അമ്മ എവിടെ പണിയെടുപ്പിച്ചിട്ട് അത് ഇത്രയും നാൾ ഇവിടെ കഴിയാൻ അനുവദിച്ചെന്റെ കൂലിയായിട്ട് ഞാൻ കൂട്ടിയിട്ടുള്ളൂ. ഇനി ഇങ്ങനെ ഇവിടെ കഴിയാൻ ഞാൻ തയ്യാറല്ല. മതി, ആട്ടും തുപ്പൊക്കെ മതി. ഇപ്പൊ ഇവിടെ നടക്കണം. ഒരു കാര്യം ഞാൻ എല്ലാരോടും പറഞ്ഞേക്കാം. ഞാൻ എന്നേക്കുമായി പോവല്ല. ഞാൻ വരും. ഇതെല്ലാം എന്റേതാകുന്ന ഒരു ദിവസം അമ്മയും കൊണ്ട് അന്ന് കണക്കൊക്കെ പറഞ്ഞു തീർത്തോളാം. നമ്മുടേതാണെന്ന് പറയാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എടുത്തോണ്ട് ഇറങ്ങിക്കോളൂ. ചെല്ലു. കാർത്തിയെ പിടിച്ച് തള്ളിയപ്പോഴാ തമ്പുരാൻകുട്ടി ചാടി വീണത്. പിന്നെ എടവും വലവും നോക്കാതെ വെട്ടും കുത്തും. എന്ത് രുചിയായിരുന്നോ? ഇവളെ തൊട്ടാൽ അയച്ച് സഹിക്കുവോ? മുറപ്പെണ്ണല്ലേ? മുറപ്പെണ്ണോ? കാർത്തിന്റെ നേരെ അമ്മാവനല്ലേ മരിച്ചുപോയ നാരായണേട്ടൻ. അപ്പൊ നാരായണേട്ടന്റെ മോൻ ഇവക്കാരാ? മച്ചുനി. നിർത്തിനാണ് നിങ്ങളുടെ അമ്മയുടെ പിണ്ണമറ്റ ചിരി. നാണേട്ടത്തെ എന്തിനാ ചൂടാവണത്? ചിരിച്ചൂടെ ആളുകൾക്ക്? എടി, തമ്പുരാൻകുട്ടി നാരായണന്റെ ആരാന്നാടി പറഞ്ഞത്? ഇവിടെയൊക്കെ കേൾക്കണതല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. കേൾക്കണത് ചെറുപ്പം മുതലേ തമ്പുരാട്ടി എനിക്കറിയാം. അവരുടെ കഞ്ഞിവെള്ളം കുടിച്ചാ ഞാൻ വളർന്നത്. അവരെ പറ്റി ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ നിന്റെയൊക്കെ അണ്ണാക്കിലെ ചകിരിച്ചോറെടുത്ത് തള്ളേണ്ടി വരും.
പണിയെടുക്കാൻ പണിയെടുക്കണം. പണിയെടുക്കാത്ത ആളിനും പെണ്ണിനും പണി ഞാൻ പഠിപ്പിക്കും. പണിയാണി പണി. എന്താണ് മേശ കാണുന്നില്ലല്ലേ? എന്താണ് ചിരിക്കേ? ഇവിടെ ആരെങ്കിലും ഉടുത്തേച്ചിട്ട് നിൽക്കുന്നുണ്ടോ? കള്ളു കുടിച്ച് ബോധമില്ലാണ്ട് ഇവിടെ ഒന്ന് അനാവശ്യം പറയരുത്. എന്നാലൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് അനാവശ്യം പറയുന്നില്ല, നിന്റെ വീട്ടിൽ വന്നിട്ട് പറയാം. പറയച്ച മോളെ. തൊണ്ട് ചതയ്ക്കണം വടിയ കയ്യില്, ഓർത്തോ? 36 കണ്ടിട്ട് തുള്ളുന്നുള്ള എനിക്കറിയാം. ആ പൂജയൊന്ന് മനസ്സിൽ വെച്ചാ മതി. ആ ചെറിയ പ്രായന് ഇന്നലെ രാത്രി തറവാട്ടിൽ നിന്ന് തച്ചിറക്കി. നേരി അമ്മനും മോനും രണ്ടിനും കൂടി ആ പടി കയറാൻ പറ്റുമോ? അവരെങ്ങോട്ട് പോയി? ആർക്കറിയാം എങ്ങോട്ടാ പോയെന്ന്. സാധനം കിട്ടിയില്ലേ? ഷാപ്പില് സാധനമില്ല. പട്ട വാങ്ങിച്ചൂടായിരുന്നു. പട്ടയാണെങ്കിൽ എന്താ കടം കിട്ടുമോ? നീ ആ കരടി ബാലിനോട് പറ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ മതി. കരടി ബാലൻ ആരാ? നിന്റെ അമ്മാവനോ? ചെന്ന വഴിക്ക് കുപ്പിയെ പറഞ്ഞത് കമത്തി തരാൻ. ഇതുവരെ മേടിച്ച് തിരിച്ചു കൊടുത്തില്ലെങ്കിലേ അവിടെ ചെല്ലുമ്പോൾ മാന്തി കീറും. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ വാ. എന്നിട്ട് ബാലിനോട് പറ, തരികയാണെങ്കിൽ ഞാൻ മേടിച്ചോളാം. എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഇതും കൂടെ ചേർത്ത് എല്ലാം കൂടെ തരാന്ന് പറ. ചെല്ലേ. അങ്ങനെ നീ ഇന്ന് മോന്തണ്ട. നീ പോയപ്പോഴേ അറിയാം സാധനം കിട്ടില്ലെന്ന്. ആ തെങ്ങിന്റെ അവിടെ നിന്ന് മാറിയേക്ക്, തേങ്ങ വീഴും. അത്ര കിരണ നിനക്ക്. നിന്റെ വായിലിരിക്കുന്ന തെറിയും കേട്ടെ നിന്നെ കൊണ്ട് ഞാൻ കുടിപ്പിക്കട്ടത്. ഇതിൽ നിന്ന് ഒരു തുള്ളി കിട്ടും നീ വിചാരിക്കണം. ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്തല്ലേ, എനിക്കറിയാം നീ പോയ കാര്യം നടക്കുന്നത്. നിന്റെ ചിങ്കാരൊന്നും എനിക്ക് കേൾക്കണ്ട. നിനക്കോ എനിക്കോ ചക്കാത്തിനൊരു തുള്ളി ഈ നാട്ടിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അമ്മ റേഷൻ മേടിക്കാൻ തന്ന കാശ് നിർത്ത് മറച്ചതാ. നീ എനിക്ക് തിരിച്ചു തരൂ. തീർച്ചയായും തീർച്ചയായും. ഇനി വന്നേ. നീ ഇതുവരെ എവിടെയായിരുന്നു? ചായ ഇട്ട് വെച്ചൊക്കെ തണുത്ത് കഴിഞ്ഞു. വാ ഒന്ന് കഴിയോ? ഞങ്ങളിപ്പോ കഴിച്ചോളൂ. അല്ല ഞാനല്ല, നീ പിന്നെ എന്നെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? കടപ്പണ്ടം തിന്നാനാ നിന്റെയൊക്കെ വിധി. വാ വന്ന് വല്ലതും കഴിക്കുക. ഇതെന്താ ഇത്? അത് മണ്ണെണ്ണ. മണ്ണെണ്ണ 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 മണ്ണെണ്ണ. ഈ മണ്ണെണ്ണയ്ക്ക് എന്താ വല്ലാത്ത മണ്ണെണ്ണയ്ക്ക് പിന്നെ നാറ്റമല്ല, മണമാണ്. എന്നാലും മണ്ണെണ്ണയ്ക്ക് ഈ മണം അല്ലല്ലോ. അല്ല അല്ല അല്ല. അയ്യോ, അത് പിന്നെ മായം കലർന്ന മണ്ണെണ്ണ, പഴയ മണ്ണെണ്ണയല്ലോ. ഇത്രയും ഇത് വൃത്തിയായിട്ട് ചീഞ്ഞ മണ്ണെണ്ണ. ഇത്രയും ചീഞ്ഞ മണ്ണെണ്ണ നിന്നെ കൊണ്ടേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഞാൻ പോയി വേറെ വാങ്ങിച്ചോട്ടെ, നീ പോയി ചായ കുടിക്കാം. ഇവിടെ ആവശ്യത്തിന് മണ്ണെണ്ണയ്ക്ക് ഇരിപ്പുണ്ട് മോനെ. ലക്ഷ്മി അവിടെ പിണങ്ങിയിരിക്കുക. ഈ കൂടെ പോകാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായിട്ട് അവള് കാത്തിരിക്കുന്നത്. തിരക്കുള്ളവര് പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇരിക്കട്ടെ അവിടെ. ഇയാൾക്ക് വിഷമമുണ്ടെങ്കിൽ ഞാൻ തനിച്ചു പൊക്കണം. തനിച്ചോ? തോടും പുഴയൊക്കെ കടന്നിട്ടോ? വേണ്ട വേണ്ട വേണ്ട. ചെല്ല് ശിവ, ഇവൾ ഇങ്ങോട്ട് പോകുന്ന എന്നെ അമ്മാവിന് രസിച്ചിട്ടുണ്ടാവില്ല. ഇനിയും താമസിച്ചാ കുഴപ്പമാവും. എന്താ ഇവിടെ ഒരു നാറ്റം? ഇവിടെ നാറ്റം. ഇവിടെ അടുത്തൊരു ആനയെത്തും. നീ വാചടിക്കാതെ വരുന്നേ വന്നേ. ഞാനിത്ര എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട്, അതും കൂടെ തരാം. മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി, കദളി വനങ്ങൾ താണ്ടി വന്നതെന്തിനാണു നീ? മിഴിനീർത്തിനാവിലൂർന്നതെന്തേ സ്നേഹലോലയാ? മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി, മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി.
എന്നിൽ തങ്കത്തിടം വെഴുന്നെള്ളും മോഹസന്ധ്യയിൽ മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി മിഴിനീർക്കിനാവിലൂർന്നതെന്തേ സ്നേഹലോലയാ മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി മണിനാഗക്കോവിലിനുള്ളിൽ നിറദീപം കാണാറാ അങ്കത്താളം തുള്ളി തുള്ളി കണ്ണിക്കേകൊരേഴും വർണ്ണ കേളിയും കോലം മാറി താളം മാറി ഓളം തല്ലും തീരത്തിപ്പോൾ വന്നതെന്തിനാ മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി കദളീവനങ്ങൾ താണ്ടി വന്നതെന്തിനാണു നീ മിഴിനീക്കിനാവിലൂർന്നതെന്തേ സ്നേഹലോലയാ മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി കാര്യത്തിന്റെ ഗൗരവം ശേഖരന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പാ അടുത്ത് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും കൂടെ നമ്മൾ തോറ്റാൽ പിന്നെ അണികളെ പിടിച്ചു നിർത്താൻ വലിയ ബുദ്ധിമുട്ടായി. അതിനിപ്പോ എന്ത് വേണമെന്നാ പറയുന്നത്? നാളെ മന്ത്രി വരുന്നുണ്ട്, ആഭ്യന്തരൻ. അവന്റെ വഴി തടയണം. ഒത്തു കിട്ടിയാൽ ഒരു വെടിവെപ്പ് അല്ലെങ്കിൽ ഒരു ലാത്തി ചാർജെങ്കിലും നടത്തിക്കണം. ഒരു ഏറ്റുമുട്ടലിന് പാകപ്പെട്ടതല്ല ഗോപാലേട്ട എന്റെ ശരീരം. പിന്നെ എങ്ങനെ കാര്യം നടക്കും ഇനിയാ? ഗോപാലേട്ടന് ഇപ്പൊ എന്താ വേണ്ടത്? വെടിവെപ്പ് വിട്ടേക്ക്, മന്ത്രിയെ തടയണം, ഒരു ലാത്തി ചാർജ് നടത്തണം, ഒരു 10 പേരെങ്കിലും ആശുപത്രിയിലാക്കും. ഞാന് ആ ശിവനെയും കൂട്ടരെ ഒന്ന് ഇളക്കി നോക്കട്ടെ. എന്റെ അമ്മേ, എന്തൊരു വൃത്തികെട്ട ശബ്ദം അത്! ഈ നിനക്ക് യേശുദാസിനെയൊക്കെ തൊഴണം. പോകാൻ പറ്റില്ലേ? വേണമെന്ന് വെച്ചാ ആവാം. ഞാൻ അവരോട് മര്യാദക്ക് പറഞ്ഞു നോക്കി. മര്യാദ അവർക്ക് ഇഷ്ടമല്ല എന്നാ പറയണേ. പാർട്ടിയുടെ തീരുമാനമാണ് ഇത്ര. ഞാൻ ഇത്തിരി മര്യാദകൾ കാണിച്ചോട്ടെ. ആ പിന്നെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. അടി കഴിഞ്ഞിട്ട് നൂണ്ടിയാ പോരെ, നുള്ളിയാ പോരെ, മാന്തിയാ പോരെ, ഉമ്മ വെച്ചാ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ പിന്നെ ദേ ഈ കാക്കി ഷർട്ടുള്ള പോലീസുകാരെ എന്റെ വീട്ടിലേക്ക് അന്വേഷിച്ചായിട്ട് പറഞ്ഞയക്കരുത്. നിർത്ത്. ഇത്തിരി മാറിക്കൊടുത്ത ആ മന്ത്രിച്ചേട്ട് അങ്ങോട്ട് പൊക്കോളൂ. മര്യാദക്ക് ഇത്തിരി വഴി കൊടുക്കടാ. ആവശ്യ സാധനങ്ങളുടെ വില കുറച്ച് അത് വാങ്ങാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ദേ പോലീസുകാരെ വകതിരിവില്ലാത്തവരാ. അടിക്കാൻ തുടങ്ങിയ പിന്നെ അവർക്ക് അതൊരു ഹര. പലരും വണ്ടിയിലിരുന്ന് തമ്മിൽ ബെറ്റ് വെച്ചിരിക്കുക. ആരാണ് കൂടുതൽ തല തല്ലി പൊളിക്കുക? ഞാനോട് പറഞ്ഞിട്ട് തരാട്ടാ. അവന്മാര് മാറില്ല എന്നാ പറയണേ. എന്തൊക്കെ ചെയ്യേ? ഒരു 3 റൗണ്ട് വെടി വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ ചകേന്ന് വീഴും. അതൊന്നും വേണ്ട, അങ്ങോട്ട് പൂശ്. ഇറങ്ങി പൂശടാ ഈ തെമ്മാടികളെ.